സ്ഥാനാർത്ഥിയായോ എന്നുള്ളതാണ് ചോദ്യം. സുനിൽ, ഡീലാണോ ഡീലിനകത്തെ ഡീലാണോ എന്നൊന്നും വ്യക്തമല്ല. 2 ദിവസം മുൻപാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് മണ്ഡലത്തിൽ ഡീലുണ്ടെന്ന് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞു 10 മണ്ഡലങ്ങളിൽ ഡീലുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് 4 മണ്ഡലങ്ങളിൽ കൂടി ഡീലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് ഡീൽ എന്നത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടില്ല. കെ സി വേണുഗോപാലും വ്യക്തമാക്കിയിട്ടില്ല. ഡീൽ എന്ന് പറയുകയാണ്. അതായാലും ഈ ഡീൽ എന്നുള്ള ഈ ഒരു വാദം അല്ലെങ്കിൽ വിവാദം ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി യു ഡി എഫിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് ഡീലുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അതിന് പാലക്കാടാണ് ആദ്യത്തെ മണ്ഡലമായി, പ്രധാനപ്പെട്ട മണ്ഡലമായി യു ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത്. പാലക്കാട് എന്താണ് ഒരു എൽ ഡി എഫിന് അവരുടെ പാർട്ടി, അവരുടെ സംഘടന ഒരു സ്ഥാനാർത്ഥിയെ അവർ തീരുമാനിച്ച് നിർത്തുന്നത് ഒരു ഡീലാണ് എന്ന് ആരോപിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തണം എന്നാണ് യു ഡി എഫിൻ്റെ തീരുമാനമെങ്കിൽ അവിടെ രമേശ് പിഷാരടി എന്ന സിനിമാ നടനാണോ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എന്നതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം. നേരത്തെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത് വലിയ ചർച്ചയാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സിനിമാ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണല്ലോ. ഇക്കഴിഞ്ഞ അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സിനിമാ നടൻ കൂടിയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. ആകെ 506 അംഗങ്ങളാണ് അമ്മയിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന 11 പേരാണ് ഈ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പൊക്കെ വേറെ രീതിയിലാണ് കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ വിളിച്ച് അവിടെ മമ്മൂട്ടിയെ ഞാനിവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞാണ് ഇപ്പോൾ രമേശ് പിഷാരടിയുടെ പ്രചരണം പാലക്കാട്ട് നടക്കുന്നത്. വിജയിച്ചാൽ മമ്മൂട്ടിയെ പാലക്കാട്ട് കൊണ്ടുവരും എന്നാണ് രമേശ് പിഷാരടി പറയുന്നത്. മമ്മൂട്ടി വീഡിയോ കോൾ വിളിക്കുന്നത് അവിടെ ആളുകളെയൊക്കെ കാണിച്ചാണ് പ്രചരണം നടക്കുന്നത്. ഷാഫി പറമ്പിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോ ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ മമ്മൂട്ടി വിചാരിച്ചിരുന്നുവെങ്കിൽ അമ്മ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി ജയിക്കില്ലായിരുന്നു. ആരാണ് അമ്മയെ നിയന്ത്രിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയുള്ള വലിയ നടന്മാരാണ് അമ്മയുടെ നിയന്ത്രണത്തിലുള്ളതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പം മമ്മൂട്ടിയെ പോലെ ഒരാളുടെ വലിയ ബാക്കപ്പ് ഉള്ള ഒരാളാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പിന്തുണയുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ടായിരുന്നു രമേശ് പിഷാരടി ഇക്കഴിഞ്ഞ അമ്മ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാതിരുന്നത്? ദയനീയമായാണ് പരാജയപ്പെട്ടത്. രമേശ് പിഷാരടി എല്ലാവർക്കും അറിയാലോ, 506 അംഗങ്ങൾ മാത്രമുള്ള ഈ ഒരു അമ്മ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ട ഒരാളെയാണ് സിനിമാ മേഖലയിൽ നിന്ന് കൊണ്ടുവന്ന് പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കരുത്തയായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നേരിടാൻ കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നത്. അവിടെ NMR റസാഖ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ വ്യാപാരിയെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി. അതിൽ ഇത്രയേ ഉള്ളൂ ലോജിക്. അവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എത്രയോ നാളായി അവിടെ എൽ ഡി എഫ് 3-ാം സ്ഥാനത്താണ്. അവിടെ നിന്ന് എൽ ഡി എഫ് 2-ാം സ്ഥാനത്തേക്ക് വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം വെച്ച് പരിശോധിക്കുമ്പോൾ വെറും 5000-6000 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ 1-ാം സ്ഥാനത്തുള്ള യു ഡി എഫും 2-ാം സ്ഥാനത്തുള്ള എൽ ഡി എഫും തമ്മിൽ. അവിടെ ഒരു 5000-6000 വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ NMR റസാഖിന് പാലക്കാട്ട് വിജയിക്കാനാകും. അപ്പോൾ വിജയസാധ്യതയുണ്ടെങ്കിൽ ഒരു പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? അല്ല, അത് സി പി എമ്മിൻ്റെ തീരുമാനമല്ലേ. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു ഇടത് സഹയാത്രികനായ NMR റസാഖിനെ കൊണ്ടുവന്നു. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്നെന്താണ് നിർബന്ധം? നേരത്തെ സരിൻ മത്സരിച്ച് പാർട്ടി ചിഹ്നത്തിലാണോ? അല്ലല്ലോ. അപ്പം നേരത്തെ രാഹുൽ മാങ്കൂട്ടം അവിടെ ബൈ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ അല്ല, ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആത്മവിശ്വാസക്കുറവെന്താണ്. അവിടെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഗുണം ചെയ്യും എന്നത് എൽ ഡി എഫിൻ്റെ ഒരു തീരുമാനമാണ്. അവരുടെ പാർട്ടി തീരുമാനം. പാടില്ല ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ്. എന്തുകൊണ്ട് അവിടെ ഒരു ഡീൽ ആരോപണം എൽ ഡി എഫ് ഉന്നയിച്ചോ? അവിടെ ഒരു ഡീൽ ആരോപണം സി പി എം പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ഡീൽ ആരോപണം സി പി എം പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, എവിടെയെങ്കിലും ഒരു ഡീൽ ആരോപണം സി പി എം പറഞ്ഞിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഡീൽ ആരോപണം എന്നൊരു നറേഷൻ കൊണ്ടുവന്ന് ഒരു അജണ്ട സെറ്റ് ചെയ്യാനാണല്ലോ 2 ദിവസം മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിച്ചതാണോ? ഞാൻ പറയട്ടെ, ഡീലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടി ചോദിച്ചില്ലല്ലോ. ഞാൻ അങ്ങ് എന്തുകൊണ്ട് രമേശ് പിഷാരടി എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് പറയുന്നു, ഇപ്പം സ്മൃതിവാടൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് പറയുന്നു, അത് സി പി എമ്മിന്റെ തീരുമാനമല്ലേ. ഒരു അതേപോലെ ഒരു കോൺഗ്രസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും, സ്വാഭാവികമായും ഉണ്ടാവും. അത്രേ ഉള്ളൂ.
ഒരു സംശയമില്ല, കോൺഗ്രസിനും ആരെ വേണമെങ്കിലും നിർത്താം, അവരുടെ പാർട്ടിക്ക് തോന്നുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാം. പക്ഷേ ആ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ മറ്റുള്ളവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അത് ഡീലാണെന്ന് പറയരുത്. അത് ഡീലാണെന്ന് പറയുകയും NMR റസാഖ് സ്ഥാനാർത്ഥിയാകുമ്പോൾ മാത്രം ഡീൽ, രമേശ് പിഷാരടി മാത്രം. അത് കൃത്യമായിട്ട് ഏതൊക്കെ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിച്ചാൽ പകരം 10 പിന്തുണ എന്നുള്ളതാണ്. ആ പിന്തുണ എവിടേക്ക് എന്നുള്ളതാണ് ഈ അത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി കൂടി ആയിക്കൂടെ? അങ്ങനെയല്ലല്ലോ, കോൺഗ്രസിനെ സഹായിക്കാന്നല്ലോ പറയാ. CPM അല്ല, കോൺഗ്രസിനെ സഹായിക്കാൻ. അപ്പോഴെന്തുകൊണ്ടാണ് നേമത്ത് എന്തുകൊണ്ടാണ് കെ മുരളീധരൻ വരാത്തത്? നേമത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിന്നാൽ അവിടെ BJP പരാജയപ്പെടുത്താലോ? എന്തുകൊണ്ടാണ് വി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും ശക്തമായി മത്സരിക്കുന്ന കഴക്കൂട്ടത്ത് എന്തുകൊണ്ടാണ് ശരത്ചന്ദ്ര പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്? മോശം സ്ഥാനാർത്ഥിയാണെന്ന് അവർ കരുതുന്നില്ല. ഇല്ല. അപ്പൊ NMR റസാഖ് മോശം സ്ഥാനാർത്ഥിയാണെന്ന് LDF അല്ലല്ലേ? NMR റസാഖ് അപ്പൊ മോശം സ്ഥാനാർത്ഥിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അവിടെ ഒരു നയം, ഇവിടെ ഒരു നയം. ഇപ്പോൾ NMR റസാഖ് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഞാൻ പറയാലോ, പറളി, അതുപോലെ തന്നെ പ്യാരി, പറളി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലത്തിന്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ അവിടെ അവിടെ പിരായിരിയിൽ 6000 വോട്ടിന്റെ ലീഡാണ് UDF-നുള്ളത്. 6000 വോട്ടിന്റെ ലീഡ്. ആ ലീഡ് 3000 വോട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, 3000 വോട്ടിലേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിരിക്കും LDF-നെ സംബന്ധിച്ച് പാലക്കാട് മണ്ഡലത്തിൽ. നോക്കുക, അവിടെ NMR റസാഖിലൂടെ ഇവരുടെ പ്രധാനപ്പെട്ട CPM-ന്റെ LDF-ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ 36,000 മുതൽ 37,000 വരെ പാർട്ടി വോട്ടുണ്ട്. അത് സരിൻ മത്സരിച്ചപ്പോഴും കിട്ടിയിട്ടുണ്ട്, അതിന് മുൻപുള്ള സ്ഥാനാർത്ഥിക്കും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 3 തെരഞ്ഞെടുപ്പിലെ വോട്ട് പെർസെൻറ്റേജ് നോക്കിയാൽ ഏതാണ്ട് 36,000 മുതൽ 37,000 വരെ കൃത്യമായ CPM-ന്റെ വോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 5,000-6,000 വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 40,000-ന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 5,000-6,000 വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലം LDF-ന് സ്വന്തമാക്കാൻ കഴിയും. അതാണ് LDF-ന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ സുരേഷ് ആണല്ലോ UDF സ്ഥാനാർത്ഥി. എന്തുകൊണ്ടാണ് മലമ്പുഴ മണ്ഡലത്തിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത്? അത് വിസ്മയ സ്ഥാനാർത്ഥിയാകാം, പക്ഷേ പ്രഭാകരനാണ് അവിടുത്തെ മലമ്പുഴ മണ്ഡലം. VS അച്യുതാനന്ദൻ്റെ മണ്ഡലമായിരുന്നു. VS അച്യുതാനന്ദൻ്റെ ഏതാണ്ട് 70,000-ലധികം വോട്ട് നേടി 70,000-ലധികം വോട്ട് നേടി അവിടെ തുടർച്ചയായി വിജയിച്ചു വന്ന മണ്ഡലമാണല്ലോ. VS-ന് ശേഷമാണ് അവിടെ പ്രഭാകരൻ സ്ഥാനാർത്ഥിയാകുന്നത്, വിജയിക്കുന്നത്. അവിടെ C കൃഷ്ണകുമാറാണ് BJP-യുടെ സ്ഥാനാർത്ഥി, ശക്തനായ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് അവിടെ ശക്തനായൊരു UDF സ്ഥാനാർത്ഥി വരാത്തത്, കോൺഗ്രസ് സ്ഥാനാർത്ഥി വരാത്തത്? അവിടെ എന്തുകൊണ്ടാണ് ഒരു വിസ്മയ സ്ഥാനാർത്ഥി സുരേഷിനെ നിർത്തി അവിടെ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിർന്നത്? അപ്പോൾ സ്ഥിരമായി ആരാണ് ജയിക്കാറ്? അവിടെ LDF ആണ് ജയിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലം പിടിക്കാൻ എന്തുകൊണ്ടാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്താത്തത് UDF? അത് ശക്തനാണ് എന്നുള്ളതും അത് VS-മായി ബന്ധമുള്ള ഒരാൾ തന്നെ അവിടെ വരുന്നു എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയത്തിൽ പറയുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ മഞ്ചേശ്വരത്ത് മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നു. മഞ്ചേശ്വരത്ത് BJP-ക്ക് ഗുണമാവുക. ഇതേ പാലക്കാട്ടെ ലോജിക്കല്ലേ മലമ്പുഴയിലും? ഇത് അവിടെ വോട്ട് ലോജിക്കാണോ മലമ്പുഴയില്? ഇത് മുസ്ലിം വോട്ട്, ന്യൂനപക്ഷ വോട്ട് ഭിന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന വാദം. പാലക്കാട് ന്യൂനപക്ഷ വോട്ട് മലമ്പുഴയിൽ ജയിക്കുന്നത് LDF. അവിടെ LDF-ന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനല്ലേ സുരേഷിനെ നിർത്തിയിരിക്കുന്നത്? അപ്പൊ LDF-ന്റെ വോട്ട് ഭിന്നിപ്പിച്ചാൽ ഗുണമാകും. പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഇടങ്ങളിൽ അസ്വാഭാവികതയാണ് ചർച്ച ചെയ്യുന്നത്. സുരേഷ് പ്രചരണത്തിലൊക്കെ പറയുന്നത് പാലക്കാട്ടെ ലോജിക്കലേക്കാൾ വർക്ക് ചെയ്യുന്നത് മലമ്പുഴയിൽ സുരേഷ് പറയുന്നത് അദ്ദേഹത്തെ സഖാവെ എന്ന് വിളിച്ചാണ്. കൃഷ്ണകുമാറിനെ ജയിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത് CPM പറയുന്നത്. അതുകൊണ്ടാണ് CPM-ന്റെ വോട്ട് ഭിന്നിച്ചാൽ ഗുണം BJP-ക്കാ മലമ്പുഴയിൽ. അങ്ങനെ പറഞ്ഞോ CPM? അങ്ങനെ CPM മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കേട്ടില്ലല്ലോ. എന്തിനാ പിന്നെ നിയമത്തിൽ ഒതുങ്ങിയത്? വാർത്താ സമ്മേളനത്തിൽ കേട്ടില്ലല്ലോ. പറഞ്ഞല്ലോ. പറഞ്ഞത് ഡിക്ഷണറി ആയിട്ടാണ് വന്നത്. ഡിക്ഷണറി ആയിട്ടാണ് വന്നത്. മറുപടി സുരേഷിന് മലമ്പുഴയിൽ ജയിക്കാൻ കഴിയില്ലെന്ന് സ്മൃതിക്ക് അറിയാമല്ലോ. അപ്പോ LDF തോറ്റ ജയിക്കാൻ ഞാൻ പറയാൻ ആളല്ല, ആരും ജയിക്കും ആരും തോൽക്കുന്നു പാലക്കാട് ഡീൽ ഉണ്ടെങ്കിൽ സ്മൃതി മലമ്പുഴയിലും ഡീലുണ്ട്. ശരി, നാളെ CPM അതൊന്ന് പറഞ്ഞു കൊടുക്കണം. അതൊന്ന് പ്രധാന വാദമായി ഉന്നയിക്കാൻ.
കഴിഞ്ഞ തീർന്നില്ല. ഇടവേളയിലേക്ക് പോകണം. ഇനി തീർന്നില്ല. മഞ്ചേശ്വരം, ഞാനൊന്നും പറഞ്ഞു കൊടുക്കണ്ട, സ്മൃതി. ഇല്ല, ഇതൊക്കെ സമയമില്ല, വിനോദാണ് സമയമില്ല, സ്മൃതിയില്ലേ? ഇല്ല, ഇതൊക്കെ സമയമില്ല, എന്റെ സമയമില്ല, വാദമാണ്, സമയമില്ല. CPM-ന്റെ സമയമില്ല, വാദമാണ്. അടുത്ത ആളുടെ സമയമാണ്. വേഗം വേഗം. മഞ്ചേശ്വരം, കാസർഗോഡ്, അതാണ് അടുത്ത UDF ആരോപിക്കുന്ന ഡീൽ ആരോപണം. മഞ്ചേശ്വരത്ത് എന്താണ്? മഞ്ചേശ്വരത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് പറയുന്നതാണ് ഡീൽ ആരോപണമെന്ന് UDF ആരോപിക്കുന്നത്. മഞ്ചേശ്വരത്ത് അവിടെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനാണ് ഇത്തവണ അവിടെ ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ അവിടെ BJP വിജയിക്കാൻ പാടില്ല എന്നുള്ള ബന്ധപ്പെട്ട് അവിടെ പ്രാദേശികമായ എതിർപ്പുണ്ട്. പ്രകടനം വരെ നടന്നു. DYFയുടെ പ്രകടനം ഉണ്ടായിരുന്നു, അവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിഷേധമുള്ള ഒരാളെ തന്നെ അവിടെ നിർത്തുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമുണ്ട്. അവിടെ ജയാനന്ദ അവിടെ നല്ല വോട്ട് പിടിക്കും എന്നാണ് ഇപ്പോ LDF-ഉം വികാരമാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുക. പ്രാദേശികമായി ചില മേഖലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തത്തിൽ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും അതായിരുന്നു CPM-ന്റെ ലോജിക് എന്ന് പറയുന്ന മഞ്ചേശ്വരത്ത് അവിടെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല, ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല. അത് ഭിന്നിക്കുന്നതിലൂടെ മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രന് അനുകൂലമാകാൻ പാടില്ല എന്നൊരു നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. ഏതായാലും ഞാൻ ഇന്ന് മൊത്തത്തിൽ ഈ ഡീൽ ആരോപണം കഴിഞ്ഞ 3 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ഡീൽ ആരോപണം എന്ന് പറയുന്നത്. പൊളിറ്റിക്സ്, രാഷ്ട്രീയം ഇതുവരെ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഈ കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യാൻ ഇതുവരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തയ്യാറാകാത്തത്? കഴിഞ്ഞ 10 വർഷം ഈ കേരളം ഭരിച്ച സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഇനി മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, എന്താണ് നിങ്ങളുടെ ബദൽ, എന്താണ് നിങ്ങളുടെ വികസന ബദൽ, എന്താണ് ഈ സംസ്ഥാനത്തിന് വേണ്ടത്? അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഈ ഡീൽ എന്നുള്ള ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി കിട്ടിയില്ലെങ്കിൽ വിജയിക്കില്ല എന്നുള്ള ഒരു ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഭർത്താവ് 2020 സ്ഥാനാർത്ഥിയാണ് കൊടുങ്ങല്ലൂരിൽ. സണ്ണി ജോസഫിന്റെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സഹോദരൻ സജീവ് ജോസഫ് BJP-യിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഭർത്താവ് എന്ന് പറയുന്നത് തെറ്റല്ലേ? അങ്ങനെ പറയുന്നത് ശരിയാണോ? അവര് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് BJP സ്ഥാനാർത്ഥികളും BJP അനുഭാവമുള്ള സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഡീലിന്റെ ഭാഗമാണ് എന്ന ആക്ഷേപം ഉയർന്നാൽ അത് എത്രത്തോളം ശരിയാണ്? അപ്പോൾ ഡീലിൽ നിന്ന് മാറി നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. Meet the editors.